ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഇന്ന് ഓണത്തിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓണത്തിന് പൂക്കളിടണ്ടേ. അപ്പം അതിനുള്ള പൂക്കളൊക്കെ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കും. ഓറഞ്ച് ജമന്തിയും അതേപോലെ മഞ്ഞ ജമന്തിയും ഞങ്ങൾ എന്ത് ചെയ്തു, കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ട്, പിന്നെ പൂ ഉണ്ടായി, അതും കട്ട് ചെയ്തു. പിന്നെ ഉണ്ടപ്പൂവും ഇങ്ങനെ അടുത്തടുത്ത് വെച്ച്, ഈ പൂവൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ. പിന്നെ റോസ് ഞങ്ങൾ അടത്തിയിട്ടാണ് കേട്ടോ വെച്ചത്. ഇതിൻ്റെ ഇതളകൾക്ക് എല്ലാം അടത്തി വെച്ച്, അതുപോലെ എല്ലാം എന്താണ്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. ഉണ്ടപ്പൂ ഇങ്ങനെ കാണിക്കുന്ന പോലെ ആയിരുന്നില്ല കേട്ടോ, ഞങ്ങൾ അടുത്ത് തന്നെയാണ് വെച്ചത്. രാവിലെ എനിക്ക് പൂക്കളിടാൻ നോക്കിയപ്പോൾ നിറച്ചും വെള്ളം ഇട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴയും പെയ്തേ, ഇങ്ങനെ മുറ്റത്ത് നിറച്ചും വെള്ളമായി. ഞങ്ങളുടെ വണ്ടിയൊക്കെ വെക്കുന്ന സ്ഥലം ഉണ്ടായിട്ട്, അപ്പോൾ അവിടെ കഴുകി തേച്ച് എടുത്ത് ഞങ്ങൾ എന്ത് ചെയ്ത് പൂക്കളിടാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ ഡിസൈനൊക്കെ വെച്ച് തന്നിട്ടു. പിന്നെ അച്ഛൻ എന്ത് ചെയ്ത് ഇങ്ങനെ അളവൊക്കെ നോക്കി റൗണ്ട് കൃത്യമായിട്ട് എടുത്തിട്ട് ഈ നൂലും വെച്ച് ഇങ്ങനെ ചോക്കുണ്ടായി. അപ്പോൾ ഞാൻ ചോക്കും കൊണ്ട് വരക്കാൻ കൊടുത്തു. പിന്നെ അച്ഛൻ ഈർക്കിലിയും കൊണ്ടൊക്കെ അളവെടുക്കണുണ്ട്. പിന്നെ ഞങ്ങൾ മുക്കൂറ്റി വരയ്ക്കാൻ പോയേ. അങ്ങനെ മുക്കൂറ്റി വരച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ എന്ത് ചെയ്ത് എവിടെയോ പോകാനുണ്ടായി. അപ്പം അച്ഛൻ പോയി കഴിഞ്ഞിട്ട് ഈ റൗണ്ട് റാ പോലിരിക്കണില്ലേ, അതൊക്കെ ഞാനും അമ്മയാണ് ചെയ്തത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്ത് അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകണ്ടേ, ഓണമല്ലേ. അങ്ങനെ അമ്പലത്തിലേക്ക് പോയിട്ട്, ഇതാണ് ഞങ്ങളുടെ തറവാട്ടമ്പലം. അങ്ങനെ ഇവിടെ കയറി ഞങ്ങൾ തൊഴുത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇവിടെ തന്നെ അങ്ങനെ ഇവിടെ നാഗങ്ങളുടെ ഒരു അമ്പലവും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെയും കയറി തൊഴുത് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്ത് ബാക്കി പൂക്കൾ ഇട്ടിട്ടോ. അങ്ങനെ ഞാനും അമ്മ അച്ഛാമ്മ ഇച്ചിയും കൂടെ എന്ത് ചെയ്ത് പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ട്, അങ്ങനെ എന്ത് ഫൈനൽ ലുക്കൊക്കെ ഞാൻ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ അങ്ങനെ ഇത്തിരി പൂവുണ്ടായിട്ട് അതും വെച്ച് ഞാൻ ഹാപ്പി ഓണം എന്ന് എഴുതി. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങനെ ഞാൻ എൻ്റെ പൂക്കളത്തിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൂക്കൾ ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.